ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്നായിരിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇന്ന് ധനുമാസം 1-ാം തീയതിയാണ്. ധനുമാസം ഹിന്ദുക്കളായ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ധനുമാസത്തിൽ തിരുവാതിര ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഭഗവാന്റെ തിരുനാളാണ്, മഹാദേവൻ്റെ തിരുനാളായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. ഇന്ന് തിരുവാതിരയുടെ ആരംഭം കുറിക്കുന്ന ധനുമാസം ആരംഭിച്ചിരിക്കുകയാണ്. തുടിച്ചുകുളി അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആചാരങ്ങൾ അതിനോടനുബന്ധിച്ച് പണ്ടുകാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവർ അതൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്ക് തിരുവാതിര മാസത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം മേടക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ആയതുകൊണ്ട് കേസുകൾക്കും വഴക്കുകൾക്കും മറ്റും ഇടപെട്ടിരിക്കുന്നവർക്കും നിയമപാലകർക്കുമൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസപരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ അശ്രദ്ധ മൂലവും സ്വന്തം വീഴ്ച മൂലവും സുഹൃത്തുക്കളിൽ നിന്ന് പരാതി ലഭിക്കുവാനോ കൊളീഗ് സഹപ്രവർത്തകരിൽ നിന്ന് പരാതി ലഭിക്കുവാനോ ഒക്കെ സാധ്യത ഉള്ള ഒരു ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഏഴരശനിക്കാലമാണ്. അതുകൊണ്ട് ഏഴരശനിക്കാലത്ത് 3 വീഴ്ചയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏഴരശനി തുടങ്ങിയിരിക്കുകയാണ്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം ഉള്ള പ്രതലത്തിലൂടെ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ബാധകമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല ഒരു ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് വളരെ നല്ല അഭിവൃദ്ധി, ഐശ്വര്യം ഒക്കെ വരുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. അതുകൊണ്ട് വേഗത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്നത് കണ്ടോ, അല്ലെങ്കിൽ അവരുടെ പഠനത്തിലുള്ള പ്രവേശനം ലഭിക്കുന്നത് കണ്ടോ, നല്ല റിസൾട്ട് ലഭിക്കുന്നത് കണ്ടോ ഒക്കെ വളരെയധികം സന്തോഷിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളിലാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകേരത്തര. പൊതുവേ ഉണ്ടായിരുന്ന മാന്ദ്യം ഒക്കെ ഒന്ന് മാറി ആരോഗ്യപരമായ കാര്യത്തിലൊക്കെ ഒരു ഉണർവുണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ പുകവലി അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ ശീലമാക്കിയിട്ടുള്ളവർ അതൊക്കെ ക്രമേണ ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം അതുമൂലം ചില ശ്വാസ തടസ്സങ്ങൾക്കോ അതുമൂലമുണ്ടാകുന്ന ചില അസുഖങ്ങൾക്കോ ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അത്തരത്തിലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇന്ന് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ദുശീലങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കാം. ഔദ്യോഗികമായ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കും ഇന്ന്. നിയമപാലകർക്ക് വളരെ നല്ല അനുകൂലമായ ദിവസമാണ്. നിയമ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കും കേസും വഴക്കുമൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും അതുപോലെ വസ്തു തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ദിവസമായിരിക്കില്ല ഇന്ന്. മേലധികാരികളിൽ നിന്നും ശകാരം ലഭിക്കുവാനും പരാതികൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. വീഴ്ച, ഒടിവ്, ചതവ് മുതലായ കാര്യങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. സാമ്പത്തികമായി ഉണ്ടായിരുന്ന നേട്ടങ്ങൾക്ക് കുറവ് വരാതെ ഇരിക്കുവാനായി ശ്രദ്ധിക്കുക. അതേപോലെ കിട്ടാതിനുള്ള പണം തിരിച്ചു കിട്ടാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. വൈകുന്നേരത്തോടു കൂടി എല്ലാ കാര്യത്തിലും വളരെ അനുകൂലമായ ഒരു അനുഭവം വന്നു ചേരുന്നതാണ്. നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതേപോലെ കൃഷി മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ജോലി ലഭിക്കുവാനും അതേപോലെ തന്നെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുവാനും ഒക്കെ സാധിക്കുന്ന ദിവസമായിരിക്കും. വിദേശത്തിരിക്കുന്ന ബന്ധുക്കളെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുവാനും സന്തോഷിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുവാനും അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ സ്വയംകൃതാനർത്ഥങ്ങളിൽ ചെന്ന് ഇടപെട്ട് മനക്ലേശങ്ങൾ ഉണ്ടാകാൻ വൈകുന്നേരത്തോടു കൂടി സാധ്യതയുണ്ട്.
നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന കവിത സ്മരിക്കുക. നമ്മൾ തന്നെയാണ് നരകവും സ്വർഗവും ഒക്കെ പണിയുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്താൽ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുവാനായി സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ചില അഡ്മിഷനുകളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന പഠനം തുടർന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട്. കായികമായ പഠനം അല്ലെങ്കിൽ കലാപരമായ പഠനം, ഡ്രൈവിംഗ് തൊഴിൽ, അങ്ങനെയുള്ള തൊഴിലുകളൊക്കെ സ്വായത്തമാക്കാനായിട്ടുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും കാണുന്നത്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നിയമപാലകർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ചില കേസുകൾ തെളിയിക്കുവാനും അഭിമാനം കൊള്ളുവാനും മറ്റുള്ളവരുടെ അംഗീകാരത്തിന് പാത്രീഭവിക്കുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. എന്നാൽ ആരോഗ്യമേഖലയിൽ ഏർപ്പെടുന്നവർക്ക് വളരെ ക്ലേശവും സംഘർഷവുമുള്ളൊരു ദിവസമായിരിക്കും. എന്നാൽ സർജറി മുതലായവ ചെയ്യുന്നവർക്ക് വളരെ സംതൃപ്തി ലഭിക്കുന്ന ഒരു ദിവസമാണ്. നേത്രത്തിന് ചികിത്സ വേണ്ടി വന്നേക്കാവുന്ന ഒരു ദിവസവും കൂടിയാണ് ഇത്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. അപ്രതീക്ഷിതമായി ധനാഗമനം ലഭിക്കാവുന്ന ദിവസമാണ്. ചിട്ടി പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മത്സരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടാൽ അതിന് അനുകൂലമായി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഷെയറിൽ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. യാത്രാ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. യാത്രാ തടസ്സങ്ങൾ കാണുന്നില്ല. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുകയും മറ്റും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില അപകട സാധ്യതകൾ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് കാണുന്നത്. ഉത്സവ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ ആഘോഷങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നവർക്ക് അത് ഭംഗിയായി പൂർത്തീകരിക്കാനായി സാധിക്കും. കലാകാരന്മാർക്ക് അനുകൂലമായ ദിവസമാണ്. അഭിനേതാക്കൾക്ക് ഇന്നത്തെ ദിവസം വലിയ ചാൻസുകളൊക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, മേലധികാരികൾക്ക് പ്രീതികരമായ രീതിയിൽ പ്രവർത്തിക്കുവാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. എന്നാൽ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കുവാൻ സാധ്യത കാണുന്നു. ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ പിടിപെടാനും സാധ്യത കാണുന്നുണ്ട്. വെള്ളം ധാരാളം കുടിക്കേണ്ട ഒരു കാലഘട്ടമാണ് കന്നിക്കൂറുകാർക്കുള്ളത്. അതുകൊണ്ട് ജലപാനം വേണ്ടത്ര രീതിയിൽ ശരീരത്തിൽ ചെല്ലേണ്ടതാണ്. അതുപോലെയുള്ള ദൂരയാത്രകളിൽ പോകുമ്പോൾ പുറത്തു നിന്നുള്ള വെള്ളമെല്ലാം കുടിച്ച് വയറിന് അസുഖം വരുവാനും സാധ്യത കാണുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ വെള്ളം കുറച്ച് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. ഇതൊക്കെ ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. എങ്കിലും ഉച്ചയോടുകൂടി ചില നഷ്ടങ്ങളൊക്കെ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്ക് ചില അപകടങ്ങൾ വരുവാനൊക്കെ സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി അടുപ്പ്, വെള്ളം ഒക്കെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭാരമേറിയ വസ്തുക്കൾ എടുക്കുന്നത് മൂലം നടുവ് വെട്ടലോ കഴുത്ത് വെട്ടലോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. IT ഫീൽഡിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ, സന്തോഷകരമായ ചില അനുഭവങ്ങൾ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ശുദ്ധമായ മനസ്സോടുകൂടിയും ഉറച്ച വിശ്വാസത്തോടുകൂടിയും ഈശ്വരനെ പ്രാർത്ഥിക്കുക. എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുന്നതാണ്. കയറ്റുമതി ഇറക്കുമതി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കും. അതിൽ കായികമായി ജോലി ചെയ്യുന്നവർക്ക് ചില അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതേപോലെ കായികമായി ജോലി ചെയ്യുന്ന എല്ലാവർക്കും ചെറിയ ചില അപകടങ്ങളൊക്കെ സാധ്യതയുണ്ട്. ജോലി പൂർത്തിയാക്കാൻ സാധിക്കാത്തതിലുള്ള വൈഷമ്യങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. ശ്രദ്ധയോടുകൂടി ജോലിയിൽ ഏർപ്പെടുക. വിവാഹാധികാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ട് വൈകുന്നതായി ഓർത്ത് കുറച്ച് മനപ്രയാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക.
അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖംകാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആഹ്ലാദപരമായ ഒരു ദിവസമായിരിക്കും. ബന്ധുസമാഗമത്തിന് സാധ്യതയുള്ള ദിവസമായിരിക്കും. പുതിയ പുതിയ വസ്തുക്കൾ, സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. എന്നാൽ കുടുംബത്തിൽ ചില കലഹങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് തനതായ ദേഷ്യ സ്വഭാവം മാറ്റിവെക്കുന്നത് എപ്പോഴും നല്ലതാണ്. വെറുതെ കോപിക്കുന്നത് കൊണ്ട് കലഹമുണ്ടായി നമ്മുടെയും മറ്റുള്ളവരുടെയും മനസ്സ് കലുഷിതമാകുകയല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും സംയമനത്തോടുകൂടിയും ശാന്തതയോടുകൂടിയും കൈകാര്യം ചെയ്താൽ നമുക്ക് എപ്പോഴും വളരെ നല്ല അനുഭവങ്ങളാണ് വന്നു ചേരുക. മനസമാധാനം ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യകത. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ ദിവസമാണ്. സന്താനങ്ങളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കുന്ന സാഹചര്യം ഇന്നത്തെ ദിവസം തെളിഞ്ഞു വരുന്നതാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായതും വളരെ സമാധാനമുള്ളതുമായ ദിവസമായിരിക്കും. ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാൻ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. മാതാപിതാക്കൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും അവർക്ക് ചില ആപത്തുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില വൈഷമ്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേപോലെ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താനും പഴയ സുഹൃത്തുക്കളെ കണ്ടെത്താനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇത്. ആഘോഷ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനൊക്കെ പകൽ സമയങ്ങളിൽ സാധ്യത കാണുന്നു. വൈകുന്നേരത്തോടുകൂടി എന്തുകൊണ്ടോ മനസ്സ് കലുഷിതമാകുന്നു എന്ന് തോന്നിയേക്കാം. ചന്ദ്രൻ്റെ സ്വാധീനം കൊണ്ട് മനസ്സ് കുറച്ച് വിഷമിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് സമാധാനത്തോടുകൂടി പ്രാർത്ഥിക്കുക, ഈശ്വരാധീനം ഉണ്ടാവട്ടെ. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ ചില വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പഴയ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ ചിലർ മനസ്സറിഞ്ഞ് സഹായിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകുന്ന ദിവസമാണ്. ആരോഗ്യ നില മെച്ചപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അതേപോലെ ധനച്ചെലവ് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. കുട്ടികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ചാരിതാർത്ഥ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും ഇന്ന്. കേസ്, വഴക്ക് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ ഫലമാണ് ഉണ്ടാവുക. അതിർവഴക്ക്, വസ്തു തർക്കം ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായ ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക. ന്യായമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നവർക്ക് അനുകൂലമായ ഒരവസ്ഥ വന്നു ചേരാനും സാധ്യതയുണ്ട്. അതേപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ചില അപ്രതീക്ഷിതമായ ചില ധനനഷ്ടം, പശു അല്ലെങ്കിൽ ആട്, കോഴിയൊക്കെ വളർത്തുന്നവർക്ക് അവയുടെ മരണം കൊണ്ട് ചില നഷ്ടങ്ങളൊക്കെ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യത കാണുന്നു. നിയമപാലകർക്കും അത്ര തന്നെ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കില്ല ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പുരട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. ഇന്ന് നിക്ഷേപങ്ങൾക്കോ ധനം പിരിച്ചെടുക്കുന്നതിനോ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ കൊടുക്കുന്നതിനോ ഒന്നും തന്നെ നല്ല ഒരു ദിവസമായിരിക്കില്ല. ധനപരമായ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ശിക്ഷാ നടപടികളോ നിയമ നടപടികളോ ഒക്കെ നേരിടേണ്ടതായി വരുന്നതായി കാണുന്നു. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. മറ്റുള്ളവരോട് കലഹമുണ്ടാക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക. കലഹം മൂലം ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ, എന്നേക്കുമായി നഷ്ടങ്ങൾ സംഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ മെച്ചപ്പെട്ട അവസ്ഥ കാണുന്നില്ല. സന്താനങ്ങൾക്ക് വളരെ അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നത് കണ്ട് സമാധാനിക്കുവാനായിട്ട് സാധ്യത തെളിഞ്ഞു കാണുകയാണ്. അതേപോലെ പ്രായമായ ആൾക്കാർ, പെൻഷൻ ആയ ആളുകൾക്കൊക്കെ പുതിയ കൂട്ടുകെട്ടുകളും കൂട്ടായ്മയും ഒക്കെ ഉണ്ടാകുവാനും സമയം ചിലവഴിക്കാനുമൊക്കെ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. അവരവരുടെ മാനസിക സംഘർഷങ്ങൾ
മനസ്സിലാക്കുന്ന ആളുകളും കണ്ടുമുട്ടുവാനുമൊക്കെ സാധ്യതയുണ്ട്. എല്ലാവർക്കും നല്ല ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തായി നമുക്ക് മീനരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. മീനരാശിയിൽ വരുന്ന, മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. എന്നാൽ ചിലരുടെ ചില കടുത്ത വാക്കുകളുടെ പ്രയോഗം കൊണ്ട് മനസ്സ് തളരാനും പിടിച്ചു നിൽക്കാനായി ബുദ്ധിമുട്ടുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. മറ്റുള്ളവർ കഠിനമായ വാക്കുകളോ കടുത്ത വാക്കുകളോ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അത് നമ്മളെ തളർത്താനാണ്, നമ്മൾ തളരരുത് എന്ന് തന്നെയാണ്. ആത്മസംയമനം കൈവിടാതെ സൂക്ഷിക്കുക, ആത്മധൈര്യത്തോടു കൂടി മുൻപോട്ട് പോവുക. ഉന്നതമായ പദവിയിൽ, ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. നിയമപാലകർക്കും നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും കേസും വഴക്കുകളുമായിട്ട് മുൻപോട്ട് പോകുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. യാത്രാക്ലേശം മൂലം ചില മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. കാരണം റോഡ് ബ്ലോക്ക് ആകുന്നത് മൂലം, വൈകി എത്തുന്നത് മൂലം ചില ഇൻ്റർവ്യൂകളൊക്കെ നഷ്ടപ്പെടാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കഴിവതും നേരത്തെ പുറപ്പെടാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ തീരുമാനം എടുക്കുന്ന ഒരു നല്ല ദിവസമാണ് ഇന്ന്. അതേപോലെ എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് സിനിമാ രംഗത്തും കായിക രംഗത്തും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ 7.5 ശനിക്കാലമായതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും വെള്ളമുള്ള പ്രതലത്തിൽ ചവിട്ടുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ച് നടക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും വളരെയധികം നന്മ നിറഞ്ഞ ഒരു ദിവസമായിരിക്കട്ടെ ഇന്ന് എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ രക്ഷിക്കട്ടെ. പ്രാർത്ഥനയോടെ നമസ്കാരം.